അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹിജ്റക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ജനവിഭാഗത്തെ തട്ടി ഉണർത്തിക്കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വചനങ്ങളാണ് ഇമാം ബുഖാരി റഹിമഹുല്ല ഒന്നാമത് ഉദ്ധരിച്ച നമുക്കേവർക്കും സുപരിചിതമായ ഹദീസ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയം എല്ലാ അമലുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ നീയത്താണ്. ആരുടെ നീയത്താണോ അള്ളാഹുവിനും റസൂലിനും വേണ്ടിയാകുന്നത് അവർക്ക് അവർ ചെയ്യുന്ന അമല് കൊണ്ട് അത് ലഭിക്കും. അതല്ല, ആരുടെ നീയത്തിലാണോ അല്ലാത്ത ലക്ഷ്യങ്ങളുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ നടക്കാം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ പുണ്യം കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന ആശയമാണ് ആ ഹദീസിലുള്ളത്. ഹിജ്റക്ക് പോകാൻ ഒരുങ്ങിയ താൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടി ഹിജ്റക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ കൂടെ യാത്രക്കൊരുങ്ങുന്ന മനുഷ്യനെ ഉണർത്തിക്കൊണ്ടാണ് മനുഷ്യ ചരിത്രത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന ആ വചനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സലഫുകൾ നിയ്യത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് വളരെ ഗൗരവമുള്ള ഒരു സമീപനമാണ് പുലർത്തിയിരുന്നത്. നിയ്യത്ത് എപ്പോഴും വിശാലമായി ഒരു വ്യക്തിക്കുണ്ടാകണം. നന്മകൾ ചെയ്യാൻ പിശുക്കാത്തൊരു മനസ്സാണ് വേണ്ടത്. കാരണം ഇന്നല്ലാഹ കതബൽ ഹസനാത്തി വസ്സയ്യാത്ത് സുമ്മ ബയ്യന ദാലിക്, അള്ളാഹു നന്മയും തിന്മയും മുഴുവൻ രേഖപ്പെടുത്തുകയും പിന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫമൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹ കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനത്തൻ കാമില. ഒരു വ്യക്തി ശരിയാം വിധം നന്മകൾ ചെയ്യാൻ തീരുമാനിക്കുകയും എന്നിട്ട് ശരഈയായ ഉദുർ കൊണ്ട് അത് നടക്കാതിരിക്കുകയും ചെയ്താൽ അയാൾക്ക് ചെയ്തവൻ്റെ പുണ്യമുണ്ട് എന്നാണ്. അപ്പോൾ ഉദ്ദേശത്തിൻ്റെ കനത്തിനനുസരിച്ച് ഒരുപക്ഷെ അത് നിർവഹിക്കപ്പെട്ടില്ലെങ്കിൽ പോലും പുണ്യമുണ്ട് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിൽ ബനൂ ഇസ്രായേലികളുടെ ഒരു സംഭവം കാണാൻ കഴിയും. ബനൂ ഇസ്രായേലികളിൽപ്പെട്ട രണ്ടാളുകൾ ഒരു കുന്ന് മറികടക്കുമ്പോൾ, മണൽക്കുന്ന് മറികടക്കുമ്പോൾ ഒരാൾ മറ്റേ ആളോട് പറഞ്ഞു, നമുക്ക് ഈ കുന്ന് മുഴുവൻ ഭക്ഷണമായി കിട്ടുകയായിരുന്നെങ്കിൽ നമുക്ക് ആളുകൾക്ക് വിതരണം ചെയ്യാമായിരുന്നു. രണ്ടാമത്തെ ആളും പറഞ്ഞു, അതെ, നമ്മളാണെങ്കിൽ എന്തായിരിക്കും പറയാ, നമ്മളെ ദാഹവും വിഷപ്പും തന്നെ മാറിയിട്ടില്ല, പിന്നല്ലേ വേറുള്ളവരുടെ കാര്യം എന്നായിരിക്കും ഒരുപക്ഷെ പ്രതികരിക്കാം. എന്നാൽ അദ്ദേഹം അതിന് അനുകൂലമായി പറഞ്ഞപ്പോൾ അവർ അവരുടെ പ്രവാചകന്മാരെടുത്ത് എത്തിയപ്പോൾ ആ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കുന്നു മുഴുവൻ ഭക്ഷണമായി മാറിയത് വിതരണം ചെയ്തതിൻ്റെ കൂലിയുണ്ട് എന്ന്. അവിടെ നിയ്യത്താണ്, ഉദ്ദേശത്തിൻ്റെ ശക്തിയാണ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി ശരിയാം വിധം രക്തസാക്ഷിത്വത്തെ ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ മരിക്കുന്നത് അവൻ്റെ ബെഡിലാണെങ്കിൽ പോലും അവനെ സംബന്ധിച്ചിടത്തോളം അവന് രക്തസാക്ഷിത്വത്തിൻ്റെ പുണ്യമുണ്ട് എന്നാണ്. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ കുറച്ച് മനുഷ്യരുണ്ട്, അവരെ രോഗമാണ് നിങ്ങളുടെ കൂടെയുള്ള യാത്രയിൽ നിന്ന് തടയുന്നത്. പക്ഷേ നിങ്ങളൊരു താഴ്വരയും മുറിച്ച് കടന്നിട്ടില്ല, ഒരു കാലടിയും വെച്ചിട്ടില്ല, ഒരു വിഷമവും സഹിച്ചിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയതുപോലത്തെ ഒരു പ്രതിഫലം അവർക്കും കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പം നമ്മുടെ നിയ്യത്ത് ഏറ്റവും ശരിയാം വിധം സെറ്റ് ചെയ്യുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ പറഞ്ഞ ചില വാചകങ്ങൾ പ്രസക്തമാണ്. ഇബ്രാഹിമുൻ നഖഈ റഹിമഹുല്ല പറയാണ്, ലം യകുൻ അബ്ദുറഹ്മാൻ ബിൻ യസീദ് അൻ-നഖഈ യഅമലു ശൈഅൻ ഇല്ലാ ബിനിയ്യ. അബ്ദുറഹ്മാൻ ബിനു യസീദ് അൻ-നഖഈ എന്ത് ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ഉദ്ദേശമുണ്ടാകും. ഹത്ത അന്നഹു കാന യശ്റബുൽ മാ ബിനിയ്യ. അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും അതിൽ അദ്ദേഹത്തിന് നിയ്യത്തുണ്ടായിരുന്നു എന്നാണ്. നമുക്ക് എന്തൊക്കെ നിയ്യത്ത് വെക്കാം? ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചാൽ തന്നെ അവിടെ കുറേ പുണ്യമുണ്ട്. വലത്തെ കൈ കൊണ്ട് കുടിക്കുന്നു, ബിസ്മി ചൊല്ലി കുടിക്കുന്നു, ഇരുന്ന് കുടിക്കുന്നു, 2-3 നുറുക്കായി കുടിക്കുന്നു, ഇതിനൊക്കെ പുണ്യമുണ്ട്. അതിലുപരി വെന്റിലേറ്ററുകളിൽ, ICUകളിൽ പൈപ്പ് ഫീഡിങ്ങിൽ കഴിയുന്ന, ഒരു തുള്ളി വെള്ളം അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത, കുടിക്കാൻ കഴിയാത്ത, തൊണ്ട നനക്കാൻ കഴിയാത്ത എത്രയോ രോഗികളുണ്ട്. അവരിൽ പെട്ടില്ലല്ലോ ഞാനെന്ന നിയ്യത്ത് മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ വിശാലമായ നിയ്യത്തിന്റെ സാധ്യതയുണ്ട്. നോക്കൂ, നിങ്ങൾ നിയ്യത്തിനനുസരിച്ച് അമലിന്റെ മഹത്വം വർദ്ധിക്കുന്നതാണ്. ഇബ്നുൽ മുബാറക് പറയണം, റുബ്ബ അമലിൻ സഗീരിൻ തഅളുമുഹു നിയ്യ. എത്ര ചെറിയ ചെറിയ അമലുകളാണ് അതിൻ്റെ നിയ്യത്തിന്റെ ശക്തി കൊണ്ട് വലുതാകുന്നത്. നമ്മളിങ്ങനെ പോണൊരു വഴിക്ക് ഒരു തേങ്ങ വീണ് കിടക്കുകയാണ് റോട്ടിൽ, ബൈക്ക് സൈഡാക്കിയിട്ട് നമ്മൾ ആ തേങ്ങ എടുത്ത് ഒഴിവാക്കുന്നു. പഠിച്ചോനെ, ആരും ഇതിൽ തട്ടി വീണ് മരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അവിടെ ആ തേങ്ങ എടുത്തിടുന്നതിന് മനുഷ്യരെ രക്ഷിച്ചതിൻ്റെ പുണ്യാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം തുടരുകയാണ്, എത്ര അമലുണ്ട്. വറുബ്ബ അമലിൻ കബീരിൻ തഹ്ഖിറുഹു നിയ്യ. എത്ര അമലുകളുണ്ട്, അത് ഉദ്ദേശം കൃത്യമല്ലാത്തത് കൊണ്ട് അതിൻ്റെ പുണ്യം ചെറുതായി പോയിട്ടുണ്ട് എന്നാണ്. കഷ്ടപ്പെട്ട് ഉംറക്കൊക്കെ പോകുമ്പോൾ, ഹജ്ജിനൊക്കെ പോകുമ്പോൾ നിയ്യത്തുകൾ പലപ്പോഴും കൃത്യമാകുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലയിലും ശരിയായ ഉദ്ദേശത്തോടുകൂടെ, നിയ്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.